ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജ്വല്ലറിക്കെതിരെയുള്ള കുരുക്കൾ ആദർശ് ഓരോന്നായി മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് പല രീതിയിലുള്ള പരീക്ഷണങ്ങളും ആദർശ് ശ്രമിച്ചു നോക്കുന്നുണ്ട്. ആദ്യം കിരണിനെയും കല്യാണിയെയും ഉപയോഗിച്ച് കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ പേരിൽ അവിടെ കയറിക്കൂടാനും അതിൽ നിന്ന് അവിടുത്തെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനും ശ്രമിച്ചു. അതുപോലെ തന്നെ ആദർശ് സ്വയമേ വേഷം മാറി അതിനുള്ളിൽ കയറി പറ്റിയിരുന്നു. അതുപോലെ ഇപ്പോഴും അടുത്ത പരീക്ഷണവുമായി ആദർശ് വന്നിട്ടുണ്ട്. മുൻപ് മൂർത്തി ജ്വല്ലറിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മാളവിക എന്ന പെൺകുട്ടിയെ ഇപ്പോൾ US വർക്ക് ചെയ്യാണ്. ലീവിന് വേണ്ടി വീട്ടിൽ വന്ന് നാട്ടിലെത്തിയപ്പോൾ അവളെ കണ്ടുപിടിച്ച് ജ്വല്ലറിയിലേക്ക് ഒരു സ്റ്റാഫായി കയറിക്കൂടാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിനു മുമ്പ് മൂർത്തി ജ്വല്ലറിയിൽ വർക്ക് ചെയ്തതിൻ്റെ പേരിലും അതിനോടുള്ള കടമ കൊണ്ടും തന്നെ ആദർശ് പറയുന്നത് ആ പെൺകുട്ടി സ്വീകരിക്കുകയാണ്. ഉറപ്പായിട്ടും ജ്വല്ലറിയിലേക്ക് ഞാൻ ചെല്ലാം, അവിടുത്തെ ഇൻ്റർവ്യൂസൊക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ, അവർ എന്തെങ്കിലും ഒരു ടാസ്ക് തരാതിരിക്കില്ലല്ലോ ആദർശ് സാറേ എന്നൊക്കെ ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് ഒട്ടും പേടിക്കേണ്ട, അവരെ എന്ത് ടാസ്ക് തന്നാലും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെയുണ്ട്, നീ എൻ്റെ അടുക്ക് അത് ഫോർവേഡ് ചെയ്ത് തന്നാൽ മതി, അപ്പോൾ ഞാനെല്ലാം ശരിയാക്കി തരാം എന്ന് നയന പറയുന്നുണ്ട്. അങ്ങനെ ജ്വല്ലറിയിലേക്ക് എത്തുന്ന മാളവിക്ക് കിട്ടുന്ന ടാസ്കും ആദ്യം തന്നെ കിട്ടിയത് വലിയൊരു ടാസ്കുമാണ്. 1 hourനുള്ളിൽ ഒരു ഡിസൈൻ അവർ പറയുന്ന രീതിയിൽ വരച്ച് കൊടുക്കുക തന്നെ വേണ്ടി വന്നു. അതിനുവേണ്ടി അവൾ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നതിൽ അഭിനയിക്കുകയും അതുപോലെ നയനയോട് ഇതെല്ലാം വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം ഇവക്ക് കിട്ടിയ ഈ 1 hour നയന അത് മാക്സിമം ഉപയോഗിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഡിസൈൻ അവിടെ നയനയാണ് തയ്യാറാക്കുന്നത്. ഇടയ്ക്ക് ജ്വല്ലറിയിലെ സ്റ്റാഫ് വന്ന് നോക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 1 hour എനിക്ക് സമയം, അതിനുള്ളിൽ ഞാനിത് ചെയ്ത് തീർത്താലേ എനിക്ക് ജോലി കിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നയനയുടെ ഡിസൈൻ നയന അയച്ചു കൊടുക്കുന്നതനുസരിച്ച് ഈ മാളവിക കമ്പ്യൂട്ടറിൽ കയറ്റി അത് അവൾ വരച്ച രീതിയിൽ എല്ലാം പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് പറയുന്നുണ്ട്, എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു, എന്നാൽ എൻ്റെ മുകളിൽ 2 പേര് കൂടിയുണ്ട്, അവർ കൂടി ഈ ഡിസൈൻ കണ്ട് അപ്രൂവ് ചെയ്താൽ മാത്രമേ നിനക്കിവിടെ ജോലി ലഭിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാളവിക പറയുന്നുണ്ട്, ഓക്കെ സാർ, എന്തായാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ബാക്കി എന്താണ് നിങ്ങളുടെ റിസൾട്ട് എങ്കിലും എന്നെ അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാളവിക പോവുകയാണ്. ആ കുട്ടി പോയതിന് ശേഷം ഡേവിഡ് നാഗേന്ദ്രനെ വിളിക്കുന്നുണ്ട്. സാർ, പുതിയൊരു കുട്ടി വന്നിരുന്നു ഡിസൈനറായിട്ട്. ആ കുട്ടിയെ കൊണ്ട് നമ്മൾ കൊടുത്ത രീതിയിലുള്ള ടാസ്ക് കംപ്ലീറ്റ് ചെയ്യിപ്പിച്ചു. 1 hourനുള്ളിൽ തന്നെ ആ കുട്ടി വരച്ചിട്ടുണ്ട്. എന്തോ എനിക്ക് ഇത് നല്ലൊരിതാണെന്ന് തോന്നുന്നു. എന്തായാലും സാറും മോളും കൂടെ വന്നൊന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, താൻ ഒത്തിരി ധൃതി പിടിക്കേണ്ട, നമുക്ക് നല്ലപോലെ ആലോചിച്ച് ഒത്തിരി ഇൻ്റർവ്യൂവിന് ശേഷം മാത്രം കണ്ടുപിടിച്ചാൽ മതി, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് ആണ് സാർ എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഡിസൈൻ നമ്മൾ കൊടുത്ത ആ പേപ്പർ ആ കണ്ടീഷൻസ് എല്ലാം അനുസരിച്ചാണ് ആ കുട്ടി വരച്ചിരിക്കുന്നത്. എന്തായാലും സാറൊന്ന് നോക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് ഡേവിഡ്. ശരി, എന്നാൽ ഞാനും മോളും കൂടെ താമസിയാതെ തന്നെ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നിങ്ങനെ നാഗേന്ദ്രനും പറയുന്നുണ്ട്. ഇതേസമയം ജ്വല്ലറിയിൽ പോയി തിരികെ വന്ന മാളവിക ആദർശിനോട് പറയുന്നുണ്ട്, എന്നോട് ഇന്ന പോലെ ഡിസൈൻ വരയ്ക്കാനൊക്കെ പറഞ്ഞുവെങ്കിലും ആ MD പറയുന്നുണ്ടായിരുന്നു, ഈ ഡിസൈൻ എനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ പോരാ, എനിക്ക് മുകളിൽ 2 പേര് കൂടിയുണ്ട്, അവർക്കും ഈ ഡിസൈൻ ഇഷ്ടപ്പെടണമെന്ന്, എന്നാൽ മാത്രമേ എനിക്ക് അവിടെ ജോലി ലഭിക്കൂ എന്ന്. അങ്ങനെയുള്ളപ്പോൾ ഇയാൾ മാത്രമല്ല, ഇയാൾ മിക്കവാറും ആ കമ്പനിയുടെ MD മാത്രമായിരിക്കും, അതിൻ്റെ ഓണർ അത് മറ്റാരോ ആണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് തന്നെയായിരുന്നു എൻ്റെയും സംശയം, വേറെ ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്, അല്ലെങ്കിൽ മൂർത്തി ജ്വല്ലറിയോടും അതുപോലെ അനന്തപുരിയോടും ഇത്രയധികം ശത്രുത വെച്ച് പുലർത്താനും ഇതേപോലെ ചതിയിൽ അവരെ കീഴ്പ്പെടുത്താനും ഒരു ജ്വല്ലറി ഇന്നീ നിമിഷം വരെ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മാളവികയെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നും നയന കളക്ഷൻസിനെ വെല്ലുന്ന രീതിയിലുള്ള ഡിസൈനാണ് താൻ ചെയ്തു കൊടുത്തിരിക്കുന്നതെന്നും ഒക്കെ പറഞ്ഞ് ഡേവിഡ് വിളിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ജ്വല്ലറിയിലേക്ക് ജോയിൻ ചെയ്തു കൊള്ളാനും എല്ലാവരും കണ്ട് തൻ്റെ ഡിസൈനെല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞാണ് ഡേവിഡ് വിളിക്കുന്നത്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ മാളവിക ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്, സാറേ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്, അവരെന്നെ ജോലിക്ക് എടുത്തു, നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാനാണ് ഓർഡർ.
അപ്പോൾ ആദർശ് മാളവിയോട് പറയുന്നുണ്ട്, ശരി എന്തായാലും നാളെ തന്നെ നീ പോയി ജോയിൻ ചെയ്തോളുക എന്ന് പറഞ്ഞ പോലെ ആ ഡേവിഡിനെ എങ്ങനെയെങ്കിലും വശത്താക്കാൻ നോക്കണം, തൻ്റെ കഴിവുകളെല്ലാം പുറത്തെടുക്കണം, അയാളുടെ വീക്ക്നെസ്സിൽ തന്നെ താൻ കയറി പിടിക്കണം. എന്തായാലും താനൊരു പെണ്ണായതുകൊണ്ട് തന്നെ അയാളെ വളച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. താൻ വളരെ സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. എത്രയും പെട്ടെന്ന് തന്നെ അയാളെ തൻ്റെ കയ്യിലിട്ട് അമ്മാനമാടണം. ആ രീതിക്ക് താൻ അയാളെ വളച്ചെടുക്കണം. എന്നാലേ അയാളിൽ നിന്ന് നമുക്ക് സത്യങ്ങളെല്ലാം പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ജോലി താൻ ആ ഒരു രീതിയിൽ വേണം കാണാൻ എന്നൊക്കെ പറഞ്ഞ് ആദർശ ഉപദേശം എന്ന രീതിയിൽ മാളവികയ്ക്ക് കൊടുക്കുന്നുണ്ട്. മാളവിക പറയുന്നുണ്ട്, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, സാറ് നോക്കിക്കോ, അധികം താമസിക്കേണ്ടി വരില്ല. 1-2 ആഴ്ച അതിനുള്ളിൽ തന്നെ അയാളുടെ സകല ചരിത്രങ്ങളും ഞാൻ പുറത്തെത്തിയിരിക്കും. ആ ഒരു വിശ്വാസം സാറ് ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ആദർശ് പറയുന്നുണ്ട്, പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ എന്നെ അവിടെ തനിക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞാനും താനുമായിട്ട് ഒരു പരിചയമുള്ള രീതിയിൽ പോലും താൻ കാണിക്കരുത്. കാരണം ഞാൻ ആദർശ് എന്ന രൂപത്തിലല്ല വരുന്നത്, ജഗദീഷ് സിംഗ് എന്ന പേരിലാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു പരിചയമുള്ളതായിട്ട് പോലും നടിക്കരുത്. ഒരിക്കലുമില്ല സാർ. സാറിൻ്റേതായ വഴിക്ക് അന്വേഷിച്ചു, ഞാൻ എൻ്റേതായ വഴിക്ക്. എന്തായാലും സാറിൻ്റെ ചതിച്ച ഏഞ്ചുലക്കാരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാനുള്ള സാറിൻ്റെ തീരുമാനം അത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. അതിനുവേണ്ടി എന്ത് സഹായവും ഞാൻ സാറിന് ചെയ്തു തരും എന്നിങ്ങനെ മാളവികയും പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ മാളവിക അവിടെ ജോയിൻ ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ അനന്തപുരിയിലെ മൂർത്തി ജ്വല്ലറിയുടെ ചുമതല മുഴുവൻ അനിയുടെ തലയിലാണിപ്പോൾ. തൻ്റെ കമ്പനിയുടെ ഭാരം മൊത്തവും ആദർശേട്ടൻ ഇരുന്ന കസേരയിൽ ഇരിക്കുക എന്നുള്ളൊരു സങ്കടവും കാരണം ആകെ മാനസികമായി വീർപ്പുട്ടേക്കുകയാണ് നമ്മുടെ അനി. ഈ സമയത്താണ് നന്ദു അവനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ട് പുതിയ MD സ്ഥാനമൊക്കെ. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നീയും എന്നെ കളിയാക്കാൻ വേണ്ടി വിളിച്ചതാണോ? ഒരിക്കലുമില്ല. ഞാൻ ആദർശേട്ടൻ അന്ന് ദുബായിക്ക് പോയ സമയത്ത് നീ അല്ലേ MD സ്ഥാനത്തിരുന്നത്? അന്നും ഞാൻ ഇതേപോലെ വിളിച്ചിട്ടുള്ളതല്ലേ. അന്നൊന്നുമില്ലാത്ത കുഴപ്പം നിനക്കിപ്പോൾ എന്താ? അല്ലടി, എൻ്റെ അമ്മ ഇപ്പോൾ എന്നെ വിളിച്ചതേ ഉള്ളൂ, ഞാൻ MD സ്ഥാനത്തിരിക്കുന്നത് കാണാനാണെന്നും പറഞ്ഞ്. ആ ഒരു സങ്കടത്തിൽ ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല, നിന്നെ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായിട്ട് ചെയ്യുക. എന്തായാലും ഇതിനിടയ്ക്ക് ഒരു വിശേഷം കൂടി വരാനുണ്ട്. എന്താടി, എന്താ കാര്യം? മറ്റൊന്നുമല്ല, മറ്റന്നാൾ എൻ്റെ ബർത്ത്ഡേ ആണ്. ആഹാ, നമുക്കതൊന്ന് അടിച്ചു പൊളിക്കണമല്ലോ. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ എന്തടിച്ചു പൊളിക്കാനാണ്? അതൊന്നും വേണ്ട, ഒന്നും ശരിയാവില്ല. ശരി, അതൊന്നും വേണ്ട. ഞാനും നീയും മാത്രം ഒറ്റയ്ക്കുള്ളൊരു നിമിഷം, അത് മതി നമുക്ക്. നീ എന്തായി പറയുന്നേ? അതെ, മറ്റു ഫ്രണ്ട്സ് ആരും വേണ്ട, നവീനും വേണ്ട, രാകേഷും വിഘ്നേഷും അങ്ങനെ ആരും വേണ്ട. ഞാനും നീയും മാത്രം മതി. ഈ ഒരു ടെൻഷൻ ഇടയ്ക്ക് എനിക്ക് വേണ്ടി നീ കുറച്ചു നേരം മാത്രം മതി എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. നന്ദുവിനോട് അനി പറയുകയാണ്. അവസാനം നന്ദുവും അതിന് സമ്മതം മൂളുന്നുണ്ട്. എന്നാൽ ഇതിനോടിടയ്ക്ക് നവീന് നന്ദുവിൻ്റെ വിവാഹക്കാര്യത്തെപ്പറ്റി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അനിയുടെ സാഹചര്യം ഇതായതുകൊണ്ട് അനിയും പ്രഷർ ചെയ്യാൻ പറ്റിയല്ല. നേരിട്ടും പറയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നടക്കുകയാണ് നവീൻ്റെ അമ്മയാണെങ്കിൽ നമ്മുടെ അവന്തികയെ വിവാഹാലോചന നടത്താൻ നവീന് വേണ്ടി കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പുള്ളിക്കാരിക്ക് അന്ന് വീട്ടിൽ വന്നപ്പോൾ തന്നെ അവന്തികയെ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട്. അത് വീട്ടിൽ ചെന്ന് തൻ്റെ അച്ഛനോടും പറഞ്ഞ് അതിനെപ്പറ്റി മൂർത്തി സാറിനോട് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും നവീൻ അറിയുന്നുണ്ടായിരുന്നില്ല. നവീൻ ഇപ്പോഴും നന്ദുവിനെ താലോലിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ബർത്ത്ഡേ ദിവസം വന്നെത്തി. ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് അനി നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതുപോലെ നന്ദുവും അവർ പറഞ്ഞ് സെറ്റാക്കിയ സ്ഥലത്തേക്ക് അവനും എത്തുന്നുണ്ട്. ഒരു കേക്കൊക്കെ മേടിച്ചുകൊണ്ടാണ് നവീൻ അവിടെ എത്തുന്നത്. ആ സമയത്ത് അവരുടെ സ്വകാര്യമായിട്ടുള്ള നല്ല കുറേ നിമിഷങ്ങളുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ അവിടെ മറ്റെന്തോ ആവശ്യത്തിന് വേണ്ടി എത്തുകയാണ് നവീന്. ആ സമയത്ത് അനിയെ കണ്ടുകൊണ്ട് നവീൻ അവനോട് സംസാരിക്കാൻ ചെല്ലുമ്പോൾ പെട്ടെന്ന് നന്ദുവിനെയും കാണുന്നു. അവനവിടെ ഒരു നിമിഷം സ്റ്റക്കായ പോലെ നിൽക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ലല്ലോ. ആ സമയത്ത് നവീൻ നോക്കുമ്പോൾ അനി കേക്ക് മുറിച്ച് നന്ദുവിൻ്റെ വായിൽ കൊടുക്കുന്നു. അതുപോലെ നന്ദുവും കൊടുക്കുന്നു. രണ്ടുപേരും സെൽഫി എടുക്കുകയും കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്യുന്നു. അവർ തമ്മിൽ പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നീ ഇല്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അനിയും നന്ദുവും പറയുന്നുണ്ട്, അത് തന്നെയായിപ്പോൾ എൻ്റെ അവസ്ഥ. നിന്നെ എനിക്ക് മറക്കാൻ പറ്റുമോടാ എന്നൊക്കെ രീതിയിൽ രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്നുണ്ട്.
ഈ സംഭവങ്ങളൊക്കെ നേരിൽ കാണുന്ന നവീന് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. കാരണം അനിയോട് അവളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും നിനക്ക് അവളെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചപ്പോഴൊക്കെ അനി അങ്ങനൊന്നുമില്ല, അവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ നന്ദുവും അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ രണ്ടുപേരുടെയും ഈ രീതിയും പെരുമാറ്റമൊക്കെ കണ്ടപ്പോൾ തന്നെ ഇതെല്ലാം കണ്ട് നവീനാകെ ഷോക്കായി നിൽക്കുകയാണ്. ഇനി ഇവർ രണ്ടുപേരും എന്നെ പറ്റിക്കുമായിരുന്നു ഇത്രയും നാളും. ഞാൻ അവനോട് ചോദിച്ചതല്ലേ നിനക്ക് നന്ദുവിനെ ഇഷ്ടമാണോ എന്ന്. അന്നവൻ ഇല്ല എന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഇവരെന്നോട് എന്തിനാണ് ഇങ്ങനെ ഒരു ചതി ചെയ്തത് എന്നൊക്കെ നവീൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ നവീന് നന്ദുവിൻ്റെയും അനിയുടെയും അരികിലേക്ക് എത്തുന്നുണ്ട്. നവീനെ കാണുമ്പോൾ അനിയും നന്ദും ചെറുതായൊന്ന് ഷോക്കാവുന്നുണ്ട്. അല്ല നവീൻ, നീ എന്താ ഇവിടെ എന്നിങ്ങനെ അനി ചോദിക്കുകയാണ്. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഒരാവശ്യമായിട്ട് വന്നതാണ്. അല്ല നിങ്ങളെന്താ ഇവിടെ, എന്താ ഇവിടെ പരിപാടി? അത് പിന്നെ നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതുകൊണ്ട് ചെറിയൊരു കേക്ക് മുറി ഞാൻ വിളിച്ച് നന്ദുവിനോട് ചോദിച്ചല്ലേ എന്തെങ്കിലും പരിപാടിയുണ്ടോ ആഘോഷമുണ്ടോ എന്ന്. അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്താ നിങ്ങൾ തമ്മിൽ? അനി, നിന്നോട് ഞാൻ പല പ്രാവശ്യവും പല കാര്യങ്ങളും ചോദിച്ചു, അന്നെല്ലാം നീ ഒഴിഞ്ഞു മാറി. ഇനിയെങ്കിലും സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ അനി പറയാണ്, നവീനെ നീ എന്നോട് ക്ഷമിക്കടാ, എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. ഞാനും അനാമികയും തമ്മിലുള്ള വിവാഹം നല്ല രീതിയിൽ പോകാഞ്ഞത് പോലും ഇവളോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ്. നിങ്ങളുടെ ഫ്രണ്ടല്ലേ ഞാനും. എന്നിട്ട് പലപ്പോഴായി പല കാരണങ്ങളും ഞാൻ നിങ്ങളുടെ അടുക്കൽ ചോദിച്ചതല്ലേ. എന്നിട്ട് ഒരിക്കൽ പോലും നിങ്ങൾ എന്നോട് ഈ സത്യമൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അത് പിന്നെ നവീനേട്ട വേറൊന്നും കണ്ടല്ല, ഏട്ടനും നയനേച്ചിയൊക്കെ ആയിട്ട് നല്ല കൂട്ടല്ലേ. അപ്പോൾ ഞങ്ങൾ തമ്മിൽ കാണുകയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണെന്നുള്ള വിവരം അവരറിഞ്ഞ് അത് ഞങ്ങളെ പല പ്രാവശ്യമായിട്ട് വിലക്കിയ കേസാണ്. അതുകൊണ്ടാണ് ആരും അറിയാതെ ഞങ്ങളിത് രഹസ്യമായി കൊണ്ടു നടക്കുന്നത്. ഞങ്ങൾക്ക് തമ്മിൽ ഒരിക്കലും പിരിയാൻ പറ്റില്ല. അതിനി എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് അനി മാത്രമായിരിക്കും. ഇതിനു മുമ്പ് നവീനേട്ടനോട് പറയാഞ്ഞതിൽ ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങളതിന് ഏട്ടനോട് ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നവീൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? ഞാനും നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് തന്നെയല്ലേ. ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച്, എന്തായാലും നിങ്ങൾ എന്നോട് ക്ഷമിക്കുക. നിങ്ങളുടെ ഈ കല്യാണത്തിന് നടത്താൻ വേണ്ടി ഞാനും അങ്ങേയറ്റം വരെ കൂടെ നിൽക്കുന്നതായിരിക്കും എന്നിങ്ങനെ നവീനും പറയുന്നുണ്ട്.